ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ സംഗമേശൻ, ഐക്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എസ്. രാജി, മെമ്പറായിട്ടുള്ള ചിന്താമണി മഠം, ഡോക്ടർ ശങ്കർറാം, വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ മേഖലകളിലും ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സംഘടനയാണെന്ന് അറിയാമല്ലോ. കേരള വികസനത്തിന് വ്യത്യസ്ത മേഖലകളിലായി ആരോഗ്യം, വിദ്യാഭ്യാസം, ജെൻഡർ, പരിസരം തുടങ്ങിയ മേഖലകളിലൊക്കെയായി കേരള വികസനത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു കൃത്യമായ ദിശ നൽകുന്നതിന് ഈ കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായിട്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പരിഷത്ത് ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്ന മേഖലകളിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ളതും മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ സഹായവും വിലയെടുപ്പും ഒക്കെ ഉള്ളതാണ് ആരോഗ്യ രംഗത്തെ പ്രവർത്തനം. എപ്പോഴും ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കൊരു പുത്തൻ ഉണർവുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എപ്പോഴും പരിഷത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് ഈ ആരോഗ്യ സംഗമത്തിൻ്റെ പ്രവർത്തനത്തിലും പ്രാദേശികമായിട്ടടക്കം ഞങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ നടന്ന പ്രവർത്തനങ്ങളിലൊക്കെ, ഇവിടെ നടന്ന അനുബന്ധ പരിപാടികളൊക്കെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടാണ്. അതിനൊക്കെ തന്നെ ഈ ആരോഗ്യ രംഗത്തുള്ള പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കം സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പ്രവർത്തനം ഈ മേഖലയിൽ അല്ല, എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ വർഷം തീരുമാനിച്ചതാണെങ്കിലും ഇത് മറ്റൊരു മേഖലയിൽ നടക്കേണ്ട പ്രവർത്തനമാണ് കോലഞ്ചേരി മേഖലയിലേക്ക് വന്നത്. ഒരു മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ഒരു മാസക്കാലം കൊണ്ട് തന്നെ ഏതാണ്ടൊരു 10-65ഓളം ചെറിയ ചെറിയ ക്ലാസ്സുകൾ, അടിസ്ഥാന തലങ്ങളിൽ ക്ലാസ്സുകൾ, സെമിനാറുകൾ, പരിശീലന പരിപാടികൾ ഒക്കെ തന്നെ നമുക്ക് നടത്താനായിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളിലും ക്ലാസ് എടുത്ത കാര്യം സൂചിപ്പിച്ചതാണ്. ഇന്ന് ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ 14 വാർഡുകളിലും ഒരേ സമയം ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ സാധ്യമായത് മേഖലയിലെ പരിഷത്ത് പ്രവർത്തകരുടെ അശ്രാന്തമായ പരിശ്രമമുണ്ട്. അതിനപ്പുറം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സഹകരണം എന്നും എക്കാലവും പരിഷത്തിന് ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഔപചാരികമായിട്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ.എം. സംഗമേശനാണ്. മാഷിനെ ഔപചാരികമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് കുന്നത്തുനാട് മണ്ഡലം MLA ആയിട്ടുള്ള പി സജീന്ദ്രൻ അവർകളാണ്. ഔദ്യോഗികമായ ചില തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാനായിട്ട് സാധ്യമായില്ല. നമ്മളുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള M.S. രാജി അവർകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എപ്പോഴും പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പരിഷത്ത് ഒരു സംഘടന എന്നുള്ള രീതിയിലൂടെ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ, അതുപോലെ തന്നെ ജനപ്രതിനിധിയായിട്ട് മഠം വന്ന കാലം മുതൽ തന്നെയൊക്കെ തന്നെ ശക്തമായിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കൂടെ എക്കാലവും നിന്നിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഒരു സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറ്റവും ആധികാരികമായിട്ടുള്ളതും അതിന് അർഹതയുള്ള ആളുമാണെന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. മാഡത്തെ M.S. രാജി അവരുടെ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിച്ചേർന്നതിനും അവരെ ഹാർദമായി ക്ഷണിച്ചു സ്വാഗതം ചെയ്തു. ഇതോടൊപ്പം തന്നെ ഇവിടെ വാർഡ് മെമ്പർമാരുടെ സാന്നിധ്യം മിക്കവാറും ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ആശംസ നേരുന്നതിന് വേണ്ടി അജിതാമണി മാഡം എത്തിയിട്ടുണ്ട്. മാഡത്തെ സ്വാഗതം ചെയ്തു. പത്മാവതി ടീച്ചർ ഇവിടെ ഉണ്ട്. തൊട്ടു മുമ്പ് സംസാരിച്ചതാണ്. ടീച്ചറെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മളുടെ അടുത്ത ക്ലാസ് ഇവിടെ നടക്കാൻ പോകുന്നത് വ്യായാമവും ആരോഗ്യവും എന്നുള്ള ക്ലാസ്സാണ്. ആ ക്ലാസ് എടുക്കുന്നത് രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻറ്റർ തിരുവനന്തപുരത്തുള്ള സെൻറ്ററിലെ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ശങ്കർറാമാണ്.
ഡോക്ടറെയും ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് നമ്മുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിയെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഇത് നടക്കുന്നത് ഒരു ഉൾപ്രദേശത്താണ്. ട്രെയിനിലൊക്കെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം എത്തുന്ന, ഞങ്ങളെ സംബന്ധിച്ചൊരു പട്ടണ പ്രദേശമാണെങ്കിലും തൊട്ടടുത്തുള്ള യാത്രാ സൗകര്യം എറണാകുളമാണ്. ഏതാണ്ട് 2 മണിക്കൂറൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ആ ഒരു പരിമിതികളൊക്കെ മറന്നുകൊണ്ടും അത് മറികടന്നുകൊണ്ടും ഇവിടെ എല്ലാവരും തന്നെ എല്ലാ ജില്ലയിൽ നിന്നും തന്നെയുള്ള പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയും ചില പരിമിതികളുണ്ട്. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഈ സ്കൂളിൻ്റെ ഈ ഹാള് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 3-4 ദിവസം മുമ്പ് മാത്രമാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഹാളാണ്. ഇതിന് തൊട്ടപ്പുറമുള്ള ഹാള് ഇന്നലെ CP നാരായണൻ MP ഉദ്ഘാടനം ചെയ്തതാണ്. അങ്ങനെ സ്കൂളിൽ കുറച്ച് ദിവസമായിട്ട് പൊതുപരിപാടികൾ ധാരാളം നടക്കുന്നതിൻ്റെയൊക്കെ തിരക്ക് സ്കൂളിലും പ്രദേശത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. ആ പരിമിതികളൊക്കെ ഈ വരാൻ പോകുന്ന അധികം സമയം എടുക്കാതെ തന്നെ 2 മിനിറ്റ് കൊണ്ട് അധ്യക്ഷൻ തുടങ്ങി 2 വാക്കുകൾ പറയാം. നമുക്കറിയാം, കാലത്ത് തന്നെ പറഞ്ഞു ചർച്ച ചെയ്തതാണ്. എല്ലാ മേഖലകളും, എല്ലാ സർവീസ് മേഖലകളും കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്കും അതിൽ നിന്നും സ്വാതന്ത്ര്യമൊന്നുമില്ല. ലാഭം എന്ന ഒരു ആദർശം മാത്രം ഉള്ള ഒരു സമൂഹം. ഒരു രോഗിയും തൻ്റെ OPക്ക് മുമ്പിൽ കാണാത്ത ഒരു ദിവസം സ്വപ്നം കാണുന്ന, ഒരു രോഗിയും നമ്മുടെ നാട്ടിലുണ്ടാകരുത്, ഒരു രോഗവും നമ്മുടെ നാട്ടിലുണ്ടാകരുത്, അങ്ങനെ ഒരു അവസ്ഥ സ്വപ്നം കാണുന്ന ഒരു സമൂഹം. അത് മെഡിക്കൽ വിഭാഗത്തിലെ മരുന്നിൻ്റെ നിർമ്മാണമായാലും ആശുപത്രിയുടെ നടത്തിപ്പായാലും അതൊക്കെ ലാഭം മാത്രം കേന്ദ്രമായുള്ള ഒരവസ്ഥയിൽ നിന്നും ഒരു രോഗവും ഇല്ലാത്തൊരു ലോകം സ്വപ്നം കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല. നമുക്ക് നമ്മുടെ ഇവിടെ ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ, സർക്കാർ മേഖലയിൽ തന്നെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനയുടെ ജനകീയ ശാസ്ത്ര പ്രവർത്തകരുണ്ട്. എനിക്ക് ശമ്പളം കിട്ടുന്നത്, ഞാൻ ജീവിക്കുന്നത് പൊതുസമൂഹത്തിന്റെ പണം കൊണ്ടാണ് എന്ന് തിരിച്ചറിവുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം വരുന്ന, ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. അധ്യാപകരായാലും ശരി, സർക്കാർ ജീവനക്കാരായാലും ശരി, ഇത് പൊതുസമൂഹത്തിന്റെ പണമാണ് എൻ്റെ നിലനിൽപ്പിന് ആധാരം എന്ന് തിരിച്ചറിവുള്ള ആൾക്കാർ വളരെ കുറവാണ്. ആ തിരിച്ചറിവില് ഉണ്ടാകുന്ന ഒരു അർപ്പണ ബോധത്തോടുകൂടി ഒരു പ്രവർത്തനം, അത് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ആയാലും ശരി, സർക്കാർ സംവിധാനങ്ങളുടെ ആയാലും ശരി, അങ്ങനെയുള്ളൊരു പ്രവർത്തനം കൊണ്ട് നാടിന്റെ തന്നെ മുഖച്ഛായ മാറ്റി, നാടിന്റെ മനോഭാവം മാറ്റിയെടുത്തല്ലാതെ നമുക്കൊരിക്കലും വിലപേശാൻ പറ്റാത്തൊരു ഇടമാണ് ഈ മെഡിക്കൽ രംഗം. 12 രൂപയുടെ പച്ചക്കറിക്ക് നമുക്ക് 10 രൂപയ്ക്ക് തരുമോ ചോദിക്കാം. മറ്റെല്ലാ വസ്തുക്കൾക്കും വിലപേശാം. ഒരു സ്കാനിങ് വേണമെന്ന്, അത് വേണോ ഡോക്ടറെ, മരുന്ന് എത്ര വേണോ എന്ന് വിലപേശാൻ കഴിയാത്ത, എല്ലാത്തിനും കണ്ണടച്ച് ഒരു കമ്പോള യുക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ജനങ്ങളുടെ മനസ്സിനെ, മനോഭാവത്തെ മാറ്റി തീർത്തല്ലാതെ, ആരോഗ്യത്തെ കുറിച്ച് ഉള്ള സങ്കല്പം മാറ്റിയല്ലാതെ, ശാരീരികവും മാനസികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തല്ലാതെ, അത് നിങ്ങൾ കഴിക്കുന്ന ഗുളികയുടെയോ മരുന്നിന്റെ അളവിലല്ല നിങ്ങളുടെ ആരോഗ്യം നിൽക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുള്ള മാലിന്യത്തിന്റെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ ഒക്കെ ഭാഗമായി ഉണ്ടായി വരേണ്ട ഒരു അവബോധം അതുണ്ടാക്കി തീർക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഇത്തരം ജനകീയ പ്രസ്ഥാനങ്ങളുടെയും പങ്ക് വളരെ വലുതാണ്. നമ്മളെ തിരിച്ചറിഞ്ഞ ഒരു കൂട്ടമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി, ഈ നാടിനെ മാറ്റിമറിക്കണം, ഈ നാടിന്റെ സമൂഹ മനസ്സിനെ മാറ്റിമറിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി കൂടി നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഈ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ ജനപ്രതിനിധികളാണ് ശരിക്കും എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ തീർച്ചയായിട്ടും വരികയാണ്. ഏത് തട്ടിലുള്ള ഇലക്ഷനായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ചില നടപടികൾ, ഈ ആരോഗ്യ മേഖലയിലായാലും പൊതുമണ്ഡലത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു
രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഗ്രൂപ്പ് പൊതുമണ്ഡലം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, എല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന ഒരു കാലത്ത്, ലാഭാധിഷ്ഠിതമായി ചിന്തിക്കുന്ന കാലത്ത് അല്ല, ഞാൻ പൊതുമേഖലയോടൊപ്പമാണ് എന്ന് പറയാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഗ്രൂപ്പിനെ ഉണ്ടായി വരേണ്ടത് ആവശ്യമാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ച ജയകുമാർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള പത്മാവതി ടീച്ചർ, ജിതാമണി, ക്ലാസ് എടുക്കുന്നതിന് വ്യായാമവും ആരോഗ്യവും ഡോക്ടർ ശങ്കർറാം, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകര്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലപ്പോഴും ഞാൻ പകരക്കാരിയാണ്. ഇന്നും MLA-യുടെ പകരക്കാരിയായതിൽ എനിക്ക് വലിയ സന്തോഷം. ചെറിയ സ്ഥാനമല്ലല്ലോ. കുന്നത്തുനാടിൻ്റെ MLA ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെയോ സൗകര്യം കൊണ്ടായിരിക്കണം എത്തിച്ചേരാൻ കഴിയാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു പരിപാടിയായിട്ടല്ല അദ്ദേഹം വരാതിരിക്കാറുള്ളതല്ല. ഡോക്ടർമാരാണ് വിവിധ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് പറ്റിയ ഒരു പ്രസംഗവേദി അല്ല ഇത് എന്ന് വെച്ച് ഞാൻ രാഷ്ട്രീയം പറയാറില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മെമ്പർമാർക്കുമെല്ലാം വലിയ റോളുള്ള ഒരു കാര്യമാണ് ആരോഗ്യ മേഖല. പനിയും പകർച്ചവ്യാധിയും തടയുക, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക, അതാണ് പഞ്ചായത്തിൻ്റെ തനതായ ഒരു ശൈലി എന്ന് പറയുന്നത്. ഇങ്ങനെ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയാണ് തോന്നുന്നു. മഴക്കാലം ഒട്ട് പറ്റില്ല, പൂർവ്വം മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പോൾ മഴക്കാലം വരാൻ കാത്തിരിക്കുകയാണ്. സാധാരണയായി ഈ സമയത്തൊക്കെ കോരിച്ചൊരിയുന്ന മഴയും ഒരു കോട തണുപ്പും എല്ലാം അനുഭവപ്പെടുന്ന ഒരു കാലത്ത് വിയർത്തട്ടിരിക്കാൻ പാടില്ലാത്ത ഒരു കാലം. സാധാരണ ഫാൻ പോരാഞ്ഞിട്ട് സൈഡിലൊക്കെ പെഡസ്ട്രൽ ഫാനും എല്ലാം കൊണ്ടുവച്ചിട്ടാണ് കുറച്ച് സമയം നമ്മളിവിടെ കഴിച്ചു കൂട്ടാൻ പോകുന്നത്. എങ്ങോട്ട് പോയിരിക്കുന്നു നമ്മുടെ അന്തരീക്ഷം? നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിച്ചു? ഭൂമിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, ചെയ്തൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷ ചുഴിയും ഏതൊക്കെയോ നല്ല സ്ത്രീകളുടെ പേരിട്ട് വിളിക്കുന്ന ചുഴലിക്കാറ്റും എല്ലാം വരണം ഇന്നിവിടെ മഴ ലഭിക്കാൻ. കഴിഞ്ഞ വേനൽക്കാലത്ത് ഞങ്ങൾക്കൊരു നല്ല കാലമായിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ മഴ തകർത്തു പെയ്തു. കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ബുദ്ധിമുട്ടിച്ചില്ല. എന്നാൽ ഈ നല്ല ഇടവപ്പാതി കഴിഞ്ഞപ്പോൾ ഇനി കുടിവെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ വിളി തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു കാലം! ഞാൻ പറഞ്ഞു, മിക്കവാറും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജൂൺ മാസത്തിനാണ് അവിടെ സ്കൂൾ വെക്കേഷൻ. ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എല്ലായിടത്തും ആണെന്ന് പറ്റി എനിക്കറിയാൻ മേല, ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജൂൺ മാസത്തിലൊക്കെ അവർ വെക്കേഷൻ വരുമായിരുന്നു. എന്നതുപോലെ നമ്മുടെ ഈ നാട്ടിലുമൊക്കെ ജൂണിലൊരു വെക്കേഷൻ കാലം ഇനി കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന്. കാരണം വേനൽ ഏപ്രിലേക്കാളും ശക്തമാണ് വെയിലിപ്പോൾ. ഭൂമിയുടെ മാറ്റത്തിനും അന്തരീക്ഷത്തിലെ മാറ്റത്തിനും പ്രകൃതിക്കും എല്ലാം മാറ്റം വന്നതിന് നമ്മൾ ആരോഗ്യവും പഴിച്ച് സമാധാനപ്പെടുക ചെയ്യുന്നത്. അതൊരു വശം. ഏതായാലും മനുഷ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ വളരെ ശക്തമാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരാളാണ്. ഇന്നത്തെ ഈ പ്രവർത്തക സംഗമം, ആരോഗ്യ പ്രവർത്തക സംഗമം, ഞാനൊന്ന് ആദ്യമേ സംശയിച്ചു. പക്ഷെ 1-2 പേരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരൊന്നും നിസ്സാരക്കാരല്ലാന്ന്. കാരണം മിക്കവാറും ഡോക്ടർമാരും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ക്യാമ്പിന് ഇത്ര ദൂരത്ത് നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളുടെ ആരോഗ്യത്തിന് എന്തു പറ്റി? എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ കുറച്ചധികം ക്യാൻസർ ഉണ്ട്, കുറേ കിഡ്നി പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്നു. അതൊന്നും ഒരു കോമൺ ഫാക്ടറായി മാറിയിരിക്കുന്നു. ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വലിയ ഭീതിയൊന്നുമില്ല.
കാരണം എൻ്റെ വീട്ടിൽ ഒരാളുണ്ട്, അപ്പുറത്തെ വീട്ടിൽ ഒരാളുണ്ട്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരാളുണ്ട്. പിന്നെ എന്തിനത് പേടിക്കണേ? ഡെങ്കിപ്പനി വരുന്നോണാ? ഇനി ഡെങ്കിപ്പനി പേടിയുണ്ടോന്നുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ മാരകമായ രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നു? വളരെ വൈകി വന്ന ഒരു വിവേകത്തിന് ഇപ്പോൾ ഗവൺമെന്റ് തമിഴ്നാടുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. തുടക്കമാണോ ഒടുക്കമാണോ എന്നറിയില്ല. ഏതായാലും പച്ചക്കറിയിൽ വിഷമുണ്ട്, അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന് അടിവരയിട്ട് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇന്ന് പാടത്ത് നിൽക്കുന്ന പടമൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആരാണ്ടക്കാരുടെ സന്ദർശിക്കാൻ പോയിട്ട് കറിവേപ്പില മുതൽ കാന്താരിമുളക് വരെ കാശ് കൊടുത്തൊന്ന് വാങ്ങുന്ന നമ്മൾ രോഗമല്ലാതെ പിന്നെ എന്തു വാങ്ങാനാ? അവർക്ക് വേറെ എന്താ നമുക്ക് തരാൻ കഴിയാം? അവർക്ക് കഴിയുന്നത് അവര് തരുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് രോഗം ഉണ്ടാകും എന്നുള്ള കാര്യമൊന്നും തമിഴ്നാട്ടിലെ കർഷകർക്ക് അറിയണ്ട. അവർക്ക് നല്ല വിളവ് കിട്ടണം, ആ വിളവിന് നല്ല വില ലഭിക്കണം. അതുകൊണ്ട് തന്നെ കേരളം നല്ല ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് അവർ പരമാവധി കാണാൻ നല്ല ഭംഗിയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നു. അത് അവരുടെ കുഴപ്പമാണോ? അവർ കൃഷി ചെയ്യുന്നത് നല്ല വിഷമില്ലാത്ത പച്ചക്കറി അവർ കഴിക്കുന്നത്. അവർക്ക് ആരോഗ്യം വേണ്ടേ പണിയെടുക്കാൻ? ഇത് തന്ന് ചാവാൻ വിധിക്കപ്പെട്ട ആളുകൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ, അല്ലാതെ മറ്റെന്ത് പറയാനാണ്? നമ്മളുടെ ഒരു തരം ഈഗോ അല്ലെങ്കിൽ ആരെയൊക്കെയോ കാണിക്കാനുള്ള ഒരു തത്രപ്പാടല്ലേ നമ്മളെ ഈ ഒരു തരത്തിൽ കൊണ്ട് എത്തിച്ചത് എന്ന് നാം തന്നെ ചിന്തിച്ചാൽ നന്നായി. അവരൊരു തിരിച്ചറിവ് നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും പല സ്ഥലത്തും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ആരെയോ കാണിക്കാൻ വേണ്ടി കടലിൽ നിന്ന് കോളിഫ്ലവർ വാങ്ങുന്നു, ക്യാപ്സിക്കം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ക്യാപ്സിക്കം മേടിച്ചോണ്ട് പോകുന്നു. ഞാൻ എൻ്റെ ജന്മത്ത് മേടിക്കാത്ത ഒരു സാധനമാണ് കേട്ടോ. എനിക്കത് കണ്ടാൽ തന്നെ ഒരു പേടി തോന്നുന്നു. ഇത് എന്ത് ചെയ്യാനാ ഈ സാധനം? കോളിഫ്ലവർ, ക്യാപ്സിക്കം തുടങ്ങി വളരെ പോഷായിട്ടുള്ള പച്ചക്കറികൾ വാങ്ങി ഉപയോഗിച്ചാൽ ഞാനും സമൂഹത്തിൽ നല്ല ഒരു നിലവാരത്തിലാണ് ജീവിക്കുന്നതെന്ന് ആരെയോ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും. നമ്മുടെ വീടിൻ്റെ ഉമ്മറം മുഴുവനും നല്ല മനോഹരമായ ടൈൽ വിരിച്ച് ഭംഗിയാക്കി തൂത്തുവരാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷെ അതിൻ്റെ അരികത്ത് ഒരു കാന്താരിമുളകിൻ്റെ തൈ പോലും നട്ടുപിടിപ്പിക്കുകയുമില്ല. അങ്ങനെയൊക്കെ നമ്മുടെ കാരണവന്മാർ ചെയ്തിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്ര നല്ല തടിമടക്കുള്ള മിടുക്കന്മാരായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതോ? അവരൊക്കെ പഴയ പഴഞ്ചൻ കാരണവന്മാരായിട്ടാണ് നമ്മൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതില്ലേ. വയലിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ചാണകം മെഴുകിയ മുറ്റത്ത് അങ്ങനെ എല്ലാം ഒരുപാട് മോശം കാര്യങ്ങളാണ് നമ്മുടെ പഴമക്കാര് ചെയ്തിരുന്നത് എന്ന് വിചാരിച്ചിരുന്ന, അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് അവർ നമ്മളെ കൂട്ടി വളർത്തിയപ്പോൾ വളരെ പോഷായിട്ടുള്ള പച്ചക്കറികൾ വാങ്ങിക്കൊടുത്ത് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവ്, ഈ സംഗമം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയത്തും ഈ ഇത്രയും ദൂരത്തു നിന്ന് കേരളത്തിലെ വിവിധ ഭാഗത്തു നിന്ന് എൻ്റെ ഈ കൊച്ചു പഞ്ചായത്തിലേക്ക് കടന്ന് വരാൻ നിങ്ങൾ കാണിച്ച ആ മനസ്സിന് എനിക്ക് വലിയ സന്തോഷം. കാരണം ഇത്രയും ആളുകളെ കേരളത്തിൻ്റെ പല സ്ഥലത്തും പോകണ്ടേ. കാസർഗോഡ് നിന്നുള്ള ആൾക്കാരെ ഞാൻ ജമ്മത്ത് പോലും കണ്ടിട്ടില്ല, കാസർഗോഡ് ജില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ണൂർ വരെ കഷ്ടി ഒന്ന് വന്നിട്ടുള്ളൂ കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത്രയും വലിയ ഒരു കൂട്ടായ്മ അത് വെറുതെ എത്തിച്ചേർന്നതല്ല. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ, വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിനപ്പുറമായിട്ട് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് അവയെ കൈമാറിക്കൊണ്ട് അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി വലിയ ഒരു വിത്തായിരിക്കട്ടെ ഈ വിതയ്ക്കുന്നത് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതൽ പ്രസംഗിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മഴ പെയ്തു. ഏതായാലും നല്ലൊരു തുടക്കം അല്ലേ? മഴ നല്ലതാണെന്നാണ് പറയുന്നത്. മഴ കാണാനിപ്പോൾ കൊതിയായിരിക്കുന്നു. ഏതായാലും ഞാൻ പ്രസംഗിച്ചിട്ടൊന്നും ആയിരിക്കില്ല കേട്ടോ മഴ പെയ്ത്. ചിലപ്പോൾ ഇത് നിർത്താൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഏതായാലും നന്നായി. മഴ
ശാസ്ത്രീയ പരിഷത്ത് ആരോഗ്യ രംഗത്ത് ഇടപെടുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാന ആരോഗ്യ പ്രവർത്തക സംഘടന കേവലമായ ഒരു ബോധവൽക്കരണ തലത്തിനപ്പുറത്ത് കേവലമായ മഴക്കാല രോഗങ്ങൾ തടയാനുള്ള സൂത്രവിദ്യകൾ പങ്കിടുന്നതിനപ്പുറത്ത് നമ്മുടെ സർക്കാരുകൾ നടപ്പാക്കി വരുന്ന വളരെ അപകടകരമായ ജനവിരുദ്ധമായ നയങ്ങൾ കൂടി ജനങ്ങൾക്കിടയിലേക്ക് പകർത്തുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സംസ്ഥാന പ്രവർത്തക സംഗമത്തിന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മളോട് വളരെ ലളിതമായി ഒരുപക്ഷെ നെഞ്ചിൽ കൈവച്ച് അനുഭവത്തിൻ്റെ പാഠങ്ങളിലൂടെ ചില കാര്യങ്ങൾ പങ്കുവച്ച ഏക്കർനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി MS രാജിക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ സാന്നിധ്യം കൊണ്ട് നമ്മളോട് പിന്തുണ പ്രഖ്യാപിച്ച അജിതാമണി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ അദ്ദേഹത്തിന് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മളോടൊപ്പം ഉള്ള പത്മാവതി ടീച്ചർ അവർക്കും എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും പരിഷത്തിൻ്റെ പ്രവർത്തകരുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.